സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാറ തോമസ് എഴുതിയ നാർമടിപ്പുടവ. യാതൊരു മുന്നറിയിപ്പും കൂടാതെ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ അപ്പ വല്ലാതെ പരിഭ്രമിക്കുമെന്നാണ് കരുതിയത്. തൻ്റെ നേർക്ക് ഉണ്ടായേക്കാവുന്ന ചോദ്യശരങ്ങളെ എങ്ങനെ നേരിടുമെന്നുള്ള വേവലാതിയായിരുന്നു മനസ്സിൽ. പക്ഷേ ആ മുഖത്തെ പ്രസന്നഭാവം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയത് താനാണ്. നീ നിശ്ചയമാ നാളേക്കുള്ളേ വരുവെന്ന് ഇരുന്നേ. உனக்கு ஃபஸ்ட் கிளாஸ் கிடைச்சிருக்கு. எல்லாம் பகவானோட கிருபை. இன்னைக்கு பேப்பரில் ரிசல்ട്ട് വന്നിருக்கு. നേത്തിക്ക് ലെറ്റർ കിടച്ചതില്ലയേ? ഏത് എഴുത്ത് കിട്ടിയെന്നാണ് പെട്ടെന്ന് ചുണ്ടത്തെത്തിയ ചോദ്യം അടക്കിക്കളഞ്ഞു. അപ്പായുടെ എഴുത്ത് കിട്ടിയിട്ടാണ് താൻ വന്നതെന്ന് ധരിച്ചു വച്ചിരിക്കുന്നത്. തിരുത്താതിരിക്കുകയല്ലേ ബുദ്ധി? ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിലും ആശ്വാസം തോന്നിയത് തൻ്റെ വരവിനെ മറ്റൊരു തരത്തിലും അപ്പ സംശയിക്കാനിടയായില്ലല്ലോ എന്നോർത്താണ്. പ്രശസ്ത വിജയത്തിൽ തനിക്കുള്ള നിരുത്സാഹമായ പ്രതികരണം അപ്പ ശ്രദ്ധിക്കാത്തതും ഭാഗ്യമായി. ശീഘ്രം മാർക്ക് ലിസ്റ്റും ടിസിയും വാങ്ങണം. ഉന്നെ എറണാകുളത്തിലെ പഠിക്ക വെക്കണമെന്നാ മൂർത്തിയോட തീരുമാനം. നീ அங்கே அவளுக்கு ரொம்ப உதவியாயிருந்ததாக மூர்த்தி எழுதியிருந்தான். രണ്ടു പേർക്കും ഇതിനാലെ ഉപകാരം. മൂർത്തിക്ക് ഇന്ത മാതിരി തോന്നിനത് ഉന്നുടെ ഭാഗ്യം. അപ്പാവുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ. ഹൃദയം വിങ്ങിപ്പൊട്ടുകയാണ്. ഒന്നും തന്നെ മിണ്ടിയില്ല. പാവം, തന്നെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അസ്ഥാനത്താണെന്ന് അറിയുമ്പോഴാണ്. ശബ്ദം കേട്ട് അത്ത എങ്ങു നിന്നോ എത്തിയത് നന്നായി. മനസ്സിൻ്റെ സമനില ഒരു കണക്കിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. താൻ ഉദ്ദേശിച്ചിരുന്നത് പോലെ അത്ത കണ്ടപാടെ കുറ്റപ്പെടുത്താൻ ഒരുമ്പിട്ടില്ല. നീ എപ്പോ വന്നേ? കസ്തൂരിക്ക് ഉടമ്പ് എപ്പിടി ഇருக்கு? ക്ഷീണമായിരിക്കാളാ? മരുന്ന് സാപ്പിടുറാളാ? കസ്തൂരിയുടെ ദേഹസുഖം അറിയാനുള്ള ആകാംക്ഷയായിരുന്നു. കൊഞ്ചം സൗഖ്യമാതായിരിക്കെ. ഇപ്പോൾ ക്ഷീണമില്ലേ? അവരുടെ സമാധാനത്തിന് മനസ്സ് കടുപ്പപ്പെടുത്തി സ്വരം പതറാതെ അത്രയും പറഞ്ഞൊപ്പിച്ചു. എല്ലാം മുരുകനുടെ കരുണേ. അത്തയുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ തെളിച്ചം. നീ പെട്ടിയെ വരാന്തയിൽ വെച്ചിട്ട് നേരെ കുളിക്കപ്പോ. ബസ്സിലെ എത്തന പേർ ഉന്നെ തൊട്ടിരുന്നാളാ? കന്നത്തടിച്ച് ഈശ്വരന് നന്ദി രേഖപ്പെടുത്തിയതോടൊപ്പം കുളിച്ച് ശുദ്ധം വരുത്തേണ്ട കാര്യം തന്നെ ഓർമ്മപ്പെടുത്താൻ മറന്നില്ല. നീ എപ്പടി വന്നേന്ന് കേൾക്ക മറന്നു പോയിട്ടേൻ. നീ ഒരു കാർഡ് പോട്ട ബസ് സ്റ്റാൻഡിലെ ഞാൻ വന്നിരിപ്പേനെ. ഉനക്ക് ആര് തുണയെ വന്നാ? അപ്പാവിൽ നിന്നും താൻ ഭയപ്പെട്ട ചോദ്യങ്ങളുടെ വരവാണോ? ഉള്ളിൽ ഒരങ്കലപ്പ് മനസ്സ് പിടയുകയാണ്. എഴുതിറത്തക്ക് സമയമേ കിടക്കലേ. അപ്പുറം ബസ്സിലെ അവരുടെ ഫ്രണ്ട്സും ഇരുന്നാ. മുഖത്ത് നോക്കാതെ പറഞ്ഞു. അറിവായ ശേഷം അപ്പാവോട് അറിഞ്ഞുകൊണ്ട് കള്ളം പറയുന്നത് ആദ്യമായിട്ടാണ്. ഒരു കള്ളത്തെ മറയ്ക്കാൻ എത്ര കള്ളങ്ങൾ പറഞ്ഞൊപ്പിക്കേണ്ടി വരുമോ? കൂടുതൽ ചോദ്യത്തിന് ഇട കൊടുക്കാതെ കുളിമുറിയിലേക്ക് നടന്നു. തനിച്ചു വന്നു കയറിയതിൽ അപ്പാവുക്ക് എന്ത് വിശദീകരണമാണ് താൻ നൽകേണ്ടതെന്ന് ആലോചിച്ച് യാത്ര മുഴുവൻ തല പുണ്ണാക്കിയിട്ടും ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചതല്ല. ആ വേവലാതിയോടെയാണ് വന്നു കയറിയതും. ഏതായാലും തൽക്കാലം താൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. സത്യം മറച്ചു വെക്കേണ്ടി വന്നെങ്കിലും സാധിക്കുന്നിടത്തോളം അങ്ങനെ തുടരുകയാണ് ബുദ്ധിയും. കൂടുതൽ ചിന്തിച്ചപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. കസ്തൂരിയുടെ വീട്ടിൽ താൻ ഇനി ഒരിക്കലും പ്രവേശിക്കാൻ ഒരുക്കമല്ലെന്ന് അപ്പാവി വഴി പോലെ പറഞ്ഞു ധരിപ്പിക്കാവുന്നതാണ്. കുളി കഴിഞ്ഞു വന്നപ്പോൾ മനസ്സിന് തെല്ലൊരു ആശ്വാസം. തളത്തിൽ ശങ്കരിമാമയുടെ ശബ്ദം കേൾക്കാം. മുഖത്ത് പ്രസന്നത വരുത്തി ചെന്നു. അത്തായോടും അപ്പാവോടും പറഞ്ഞ കള്ളങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടു. കസ്തൂരിയെക്കുറിച്ചും തൻ്റെ അവിടുത്തെ ജീവിതത്തെക്കുറിച്ചും അത്തായുടെ അടുത്തടുത്തുള്ള ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കാഞ്ചിനിയുടെ കുസൃതികൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കേൾപ്പിച്ചു. തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തിങ്ങി നിൽക്കുന്നത് ആരും കണ്ടെത്താതിരിക്കട്ടെ. പക്ഷേ രാത്രിയുടെ നിശബ്ദതയിൽ ഉറക്കത്തോട് മല്ലടിച്ച് പായിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നപ്പോൾ അതുവരെ പണിപ്പെട്ടണിഞ്ഞിരുന്ന പ്രസന്നതയുടെ ആവരണം ഉരിഞ്ഞു വീണു. ഫസ്റ്റ് ക്ലാസ് ലഭിച്ചതിൽ പോലും ആഹ്ലാദിക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഓർമ്മിക്കരുതെന്ന് എത്ര ശ്രമിച്ചിട്ടും വേദനയുടെ കയങ്ങളിൽ സ്വയം നഷ്ടപ്പെട്ട കസ്തൂരിയുടെ നിശ്ചല രൂപം മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. തൻ്റെ കസ്തൂരി, തൻ്റെ കൂടപ്പിറപ്പ്. മനോവ്യതയുടെ കൊടും പീഡനത്തിലേക്ക് ആ ദുർബല ഹൃദയത്തെ താൻ ആഴ്ത്തിയിരിക്കുന്നു. മനഃപൂർവ്വമല്ലെന്ന് സമാധാനിക്കാമെങ്കിലും സംഭവിച്ചത് അങ്ങനെയല്ലേ? തനിക്കത് ഒഴിവാക്കാൻ കഴിയാതെ പോയി. ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായ അത്യന്തം നിർഭാഗ്യകരമായ സംഭവ വികാസങ്ങൾ. താൻ
പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ നടന്നോ ആ ഓരോ രംഗങ്ങളും ഭയവിഹുലതയോടെ സങ്കല്പിച്ചു പോവുകയാണ്. മിഠായിക്ക് വേണ്ടി ശുണ്ഠി പിടിക്കുന്ന കാഞ്ചന, അവളെ എടുത്താശ്വസിപ്പിക്കാനുള്ള ശരീരബലമോ മനസാന്നിധ്യമോ ഇല്ലാത്ത കസ്തൂരി, വൈകുന്നേരം അത്തിമ്പേർ വരുമ്പോഴോ അതേപ്പറ്റി ഓർത്തപ്പോൾ നടുങ്ങി വിറച്ചുപോയി. അർത്ഥഗർഭമായ ആ സന്ദർഭത്തെ നയപരമായി കൈകാര്യം ചെയ്യാനുള്ള സാമർഥ്യം കസ്തൂരിക്ക് ഉണ്ടാകുമെന്ന് എങ്ങനെ ആശിക്കാനാണ്? ഒരു കുടുംബ കലഹത്തിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടാണല്ലോ താൻ പോന്നിരിക്കുന്നത്. അത്തിമ്പേറുടെ പ്രതികരണം എന്താവും? തൻ്റെ പ്രവൃത്തിയുടെ പ്രത്യാഘാതം എന്താണെന്ന് ഈശ്വരനെ അറിഞ്ഞുകൂടൂ. താൻ കാരണം കസ്തൂരിയുടെ കുടുംബം തകരാനിടയായാൽ ഓർക്കും തോറും ഹൃദയം വെന്തുരുകുകയാണ്. ഈശ്വര, ഏത് ശപിക്കപ്പെട്ട മുഹൂർത്തത്തിലാണ് താൻ കസ്തൂരിയുടെ വീട്ടിൽ കാലുകുത്തിയത്? പുലരുന്നതിന് വളരെ മുൻപ് ഉണർന്നിരുന്നു. അത്ത പറഞ്ഞതുകൊണ്ട് മാത്രം അന്ന് ഏകാദശിയാണെന്നറിഞ്ഞു. എല്ലാം മറക്കാൻ ശ്രമിച്ചുകൊണ്ട് രാവിലെ കുളിച്ച് അത്തായോടൊപ്പം സൂര്യ നമസ്കാരം ചെയ്തു. മനസ്സിന്റെ ചേതനയെ തളർത്തുന്ന ഓർമ്മകളെ അകറ്റിപ്പായിച്ച് ജീവിതം പഴയ ചട്ടക്കൂടിൽ ഒതുക്കി നിർത്താനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. മാർക്ക് ലിസ്റ്റും TCയും വാങ്ങാൻ അപ്പാവുക്കായിരുന്നു തിടുക്കം. റിസൾട്ട് ഔട്ടായാൽ ഉടൻ മാർക്ക് ലിസ്റ്റ് അവിടെ എത്തിക്കണമെന്നായിരുന്നു മൂർത്തി അന്ന് എഴുതിയിരുന്നത്. താൻ അപ്പോഴേ രൂപയും കരുതി വെച്ചു. തെക്കേ മഠത്തിലെ സീതയെ ഇക്കൊല്ലം MAക്ക് അയക്കുകയാണ്. പണ്ടത്തെ കാലമല്ല, സൗകര്യമുള്ളവരൊക്കെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കും ഈശ്വരൻ ഇങ്ങനെയൊരു സൗകര്യം എത്തിച്ചു തന്നു. 3-4 ദിവസങ്ങൾ അടുപ്പിച്ച് ഈ കാര്യം ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് കോളേജിൽ പോകാൻ ഒരുമ്പെട്ടത്. മാർക്ക് ലിസ്റ്റും TCയും ഒന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഇനിയൊരു പ്രയോജനവുമില്ലെന്ന് അപ്പാവെ എങ്ങനെയാണ് എപ്പോഴാണ് പറഞ്ഞു മനസ്സിലാക്കുക? മനസ്സുകൊണ്ട് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇനിയും തുടങ്ങിയിട്ടില്ല. അതേപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ സർവാംഗം തളർച്ച ബാധിക്കുന്നത് പോലെയാണ്. നട്ടുച്ച നേരം എരിപുരി കൊള്ളുന്ന വെയിൽ വിജനമായ പാളയം ബസ് സ്റ്റോപ്പിൽ കിഴക്കേക്കോട്ടയിലേക്കുള്ള ബസ് കാത്തു നിൽക്കുകയായിരുന്നു. സബ്ജക്റ്റുകൾക്ക് പ്രതീക്ഷിച്ചതിൽ വളരെ കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നു. മാത്സ് ഓണേഴ്സിന് യൂണിവേഴ്സിറ്റി കോളേജിൽ ചേരണമെന്ന് പ്രൊഫസർ പ്രത്യേകം വിളിച്ചു പറഞ്ഞു. 3 വർഷത്തെ ഓണേഴ്സ് കോഴ്സ് കഴിഞ്ഞാൽ വിമൻസ് കോളേജിൽ തന്നെ ലെക്ചർ ഉദ്യോഗം കിട്ടുമെന്ന് തീർച്ചയാണ്. എല്ലാം നിശബ്ദം മൂളി കേട്ടുകൊണ്ട് നിന്നു. തൻ്റെ പരാധീനതകൾ പ്രൊഫസറെ അറിയിക്കേണ്ടതില്ലല്ലോ. കനകം. പരിചയമുള്ള ശബ്ദം. അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. അടുത്തു മാറി സൈക്കിളിൽ ചാരി നന്ദു നിൽക്കുകയാണ്. എപ്പോഴാണ് ഇവിടെ വന്നെത്തിയത്? മുഖത്ത് പുഞ്ചിരി. കൺഗ്രാജുലേഷൻസ്, ഫസ്റ്റ് ക്ലാസ് കിടച്ചതേ. നന്ദുവാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ നിമിഷങ്ങൾ വേണ്ടി വന്നു. ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഈ കഴിഞ്ഞ 2 വർഷങ്ങളും അപൂർവമായിട്ടെങ്കിലും തെരുവിൽ വെച്ച് മുഖാമുഖം കണ്ടിട്ടുള്ളപ്പോഴൊക്കെ ഭാവം കൂടി നടിക്കാതെ മുഖം മാറ്റി കളയുകയാണ് ഉണ്ടായത്. നന്ദുവിനെ പോലെ സൗഭാഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ദർശനം പോലും ഇഷ്ടപ്പെടുകയില്ലെന്നുള്ള സത്യം അറിവുള്ളതാണെങ്കിലും ആ അവഗണനയിൽ, ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ ആദ്യമൊക്കെ അനുഭവിച്ച വിങ്ങൽ, താൻ നന്ദുവിന് ആരുമല്ലെങ്കിലും കുട്ടിക്കാലം തുടങ്ങി തമ്മിലുള്ള അടുപ്പം ഇത്ര വേഗം മറക്കാനൊക്കുമെന്ന് എങ്ങനെ വിശ്വസിക്കാൻ? പക്ഷേ സംഭവിച്ചത് അങ്ങനെയല്ലേ. കണ്ണുകൾ അറിയാതെ ഈറനണിഞ്ഞു. നന്ദുവിൻ്റെ മുഖത്തെ പ്രസന്നത മങ്ങി. കുറ്റബോധത്തിൻ്റെ വീർപ്പുമുട്ടലോടെ പറഞ്ഞു, കനകം, എന്നെ മன்னிச்சிடு. இதுக்கு முன்னாலே உன்னை வந்து பார்க்கணும் பேசணும்னு இருந்தேன். என்ன செய்யறது? நம்ம தெருவிலே நான் உங்ககிட்ட பேச வந்தா എല്ലാം ഉനക്ക് തെരിയുമേ. നന്ദുവിൻ്റെ നിസ്സഹായത തനിക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. തന്നോട് സംസാരിച്ച് അകാരണമായി പഴി കേൾക്കുന്നതെന്തിന്? അസ്ഥാനത്ത് തൻ്റെ ഈ വികാരപ്രകടനം വേണ്ടിയിരുന്നില്ല. ജാളിതയോടെ കണ്ണുകൾ ഒപ്പി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അമ്മ ചൊന്നാ നീ എറണാകുളത്തെ പഠിക്ക പോറേന്ന്. നല്ലത് പഠിക്കതാ വേണം. എന്ന സബ്ജക്റ്റ്? എന്താണ് പറയേണ്ടത്? അപ്പാവോടും അത്തയോടും ശങ്കരി മാമിയോടും പറഞ്ഞ നുണകൾ നന്ദുവിനോടും ആവർത്തിക്കണോ? വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. എന്ന കനകം, ശോകമായിരിക്കേ എൻകിട്ടേ ചൊല്ലേ. ഉത്കണ്ഠയോടെ തിരയുകയാണ്. ഹൃദയത്തിൽ ഒരു നടുക്കം. ആ മുഖത്ത് നോക്കി സത്യം മറച്ചു പിടിച്ച് സംസാരിക്കാൻ തനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. നന്ദു തനിക്ക് ആരുമല്ലാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നുവെങ്കിലും ഉൻ മനസ്സിലെ ഏതോ ഇருக்கு എങ്കിട്ട് ചൊല്ല്. വന്നത് വന്തിയേ. എല്ലാം മറക്കതാ വേണം. ഇനിമേ എന്നെ ഉൻ സഹോദരൻ മാതിരി നിനയ്ക്കണം. അപ്പടി നിനയ്ക്ക് കൂടാതാ? ആ കണ്ണുകളുടെ ആത്മാർത്ഥതയിൽ സംശയമുണ്ടായിരുന്നില്ല.
എനിക്ക് എനിക്ക് ഏതാവത് വേല വേണം. ഏത് വേണമെന്നാലും ചെയ്യ തയ്യാർ. 2-3 ട്യൂഷൻ കിടച്ചാക്കൂടെ പോതും. മനസ്സിൽ നിറഞ്ഞു നിന്നത് പുറത്തേക്ക് തെറിച്ചു വീണു. എറണാകുളത്തിലേ പോയിടുമ്പോത് இந்த ട്യൂഷൻ എപ്പടി മുടിയും? ഞാൻ എങ്കേയും പോറ ഉദ്ദേശമില്ലേ. അങ്ങനെ പറയണമെന്ന് വിചാരിച്ചതല്ല. സത്യം പുറത്തു വരിക തന്നെ ചെയ്തു. இன்னைக்கு காலையிலே அம்மா நீ எர்ணாகுளத்திலே படிக்க போகிறதாக சொன்னா. നീ ഇപ്പോ അതേ മറുത്തു പേശരുത്. എന്നാലേ നമ്പ മുടിയാലേ. നന്ദുവിൻ്റെ മുഖത്ത് ആശ്ചര്യമായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്തുകൊണ്ടോ എടുത്തു ചോദിച്ചില്ല. അത് ദൈവാധീനമായി. ചോദിച്ചിരുന്നെങ്കിൽ എന്തു മറുപടി നൽകണമെന്ന് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. മറ്റേരെയും ആശ്രയിക്കാതെ ഒരു ജീവിതത്തിൽ പൂർണ്ണമായും മനസ്സ് വെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ചിന്തകളിൽ ഒരു ആവേശമായി പടർന്നിരുന്നു. ഞാൻ പറഞ്ഞത് പൂർണ്ണമായും സത്യമാണോ എന്ന് വിവേചിച്ചറിയാനെന്ന പോലെ നന്ദുവിൻ്റെ കണ്ണുകൾ തൻ്റെ മുഖപരിശോധന നടത്തുകയാണ്. സാവധാനം ആ മുഖത്ത് വിശ്വാസത്തിൻ്റെ തെളിമ കണ്ടു. ഉനക്ക് അപ്പടി ആശയിരുന്നാ ഞാൻ ഏതാവത് പാക്കറേ. നീ കവലപ്പെടാ വേണ്ട. സന്തോഷമായിര്. നിമിഷ നേരം കഴിഞ്ഞ് ദൃഢതയോടെ പറഞ്ഞു. എന്തുകൊണ്ടോ നന്ദുവിൻ്റെ വാക്കുകളിൽ വിശ്വാസം തോന്നി. മനസ്സിൻ്റെ ഭാരം ലഘൂകരിക്കപ്പെട്ടതുപോലെ. തനിക്ക് സംഭവിച്ച നികത്താനാവാത്ത നഷ്ടത്തിൻ്റെ ആഴം കണ്ടെത്താനാവാതെ സുബോധം നഷ്ടപ്പെട്ടവനെ പോലെ കിതച്ചുകൊണ്ടുള്ള അപ്പാവുടെ ആ നിൽപ്പ്. അത്തലമുറയിട്ട് നെഞ്ചത്തടിച്ച് കരയുകയാണ്. അർത്ഥമറിയാതെ രണ്ടുപേരെയും പകച്ചു നോക്കി നിൽക്കാനല്ലാതെ കാരണം ചോദിക്കാൻ പോലും ധൈര്യം തോന്നിയില്ല. പെട്ടെന്നാണ് അപ്പാവുടെ കാൽച്ചുവട്ടിൽ ചുരുണ്ടുകിടന്ന ഇളം ചുവപ്പ് കടലാസ് കണ്ണിൽപ്പെട്ടത്. വിറ കൈകളോടെ എടുത്ത് നിവർത്തി വായിച്ചു. സപ്തനാടികളും തളർന്നുപോയി. അയ്യോ കനകം, നമ്മ കസ്തൂരി നമ്മളെ വിട്ടു പോയിട്ടാളേ. അപ്പ തൻ്റെ തോളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. കണ്ട് സഹിക്കാനാവാതെ കണ്ണുകൾ പൊത്തിപ്പോയി. നഷ്ടബോധത്തെ ഗ്രസിക്കുന്ന കുറ്റബോധം. ഭൂമി പിളർന്ന് താൻ താഴ്ത്തപ്പെട്ടിരുന്നെങ്കിൽ. മനസ്സാക്ഷിയുടെ കടന്നിൽ കുത്തേറ്റ് മനസ്സ് പിടയുകയാണ്. കസ്തൂരിക്ക് സുഖമായി എന്നുള്ള ധാരണ അപ്പാവുക്ക് കൊടുത്തത് താനാണ്. എറണാകുളത്ത് തുടർന്ന് പഠിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതിൻ്റെ കാരണമായി കസ്തൂരിയുടെ സാമ്പത്തികമായ പരാധീനതയോടൊപ്പം അങ്ങനെ കൂടി പറയേണ്ടി വന്നു. കസ്തൂരിയുടെ മനസ്സുഖം തകർന്നതും രോഗം കടുക്കാനിടയായതും താൻ കാരണമല്ലേ. അത്തിമ്പേർക്ക് തങ്ങളോട് ഉള്ളാലെ രസക്കേടുണ്ടായതിനും കാരണക്കാരി താൻ തന്നെ. ഒരു പക്ഷേ അത്തിമ്പേർക്ക് തന്നോട് തോന്നിയ പക കസ്തൂരിയിൽ തീർത്തതാവാനും മതി. തക്ക സമയത്ത് വേണ്ട വൈദ്യസഹായവും ശുശ്രൂഷയും എത്തിച്ചു കൊടുക്കാൻ ഒരുമ്പിട്ട് കാണുകയില്ലായിരിക്കും. അത്ര ക്രൂരത കാട്ടാൻ മടിക്കുന്ന ആളല്ലെന്ന് ഇത്രയും നാളത്തെ പരിചയത്തിൽ നിന്നും തനിക്ക് ഊഹിക്കാവുന്നതാണല്ലോ. അത്തിമ്പേരെ താൻ വൈരാഗ്യപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ രോഗം മൂർച്ഛിച്ച വിവരം തങ്ങളെ അറിയിക്കുമായിരുന്നില്ലേ. എങ്കിൽ മകളെ ജീവനോടെ ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യമെങ്കിലും അപ്പാവുക്ക് ലഭിക്കുമായിരുന്നു. ശ്വാസം മുട്ടൽ പെട്ടെന്ന് കടുക്കുകയും ആശുപത്രിയിൽ കൊണ്ടുപോയി ഉടൻ മരണമടയുകയാണ് ഉണ്ടായതെന്ന് അത്തിമ്പേർ അപ്പാവെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് പൊളിയായിരുന്നില്ലേ. അമ്മ 2-3 ദിവസം ആശുപത്രിയിൽ കിടന്നതും തങ്ങളെയൊക്കെ ഇടയ്ക്കിടെ വിളിച്ച് കരഞ്ഞിരുന്നു എന്നതും കൊച്ചു കാഞ്ചനയുടെ വായിൽ നിന്ന് അപ്പ കേൾക്കാനിടയായതോ. ഓഹോ, പ്രിയപ്പെട്ടവരെ അന്ത്യമായി ഒന്ന് കാണാനുള്ള ആശ പോലും സാധിക്കാതെ കസ്തൂരി ഹൃദയം പൊട്ടി മരിച്ചതാവും. ഹൃദയത്തിൻ്റെ അസുഖമെന്നാണല്ലോ ഡോക്ടർ അഭിപ്രായപ്പെട്ടതും. ആ കാലുകളിൽ വീണ ഒന്ന് പൊട്ടിക്കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കസ്തൂരിയുടെ ആത്മാർത്ഥതയെ, കറയറ്റ സ്നേഹത്തെ താൻ ഒരു വിധത്തിലും തെറ്റിദ്ധരിച്ചിട്ടില്ലെന്ന് ഒരിക്കലത്തേക്കെങ്കിലും ധരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അത്രമാത്രം ആശ്വാസം പോലും നൽകാൻ താൻ കൂട്ടാക്കിയില്ലല്ലോ. കസ്തൂരിയുടെ ശരീരസ്ഥിതിയെപ്പറ്റി ഒന്നും തന്നെ പിന്നെ അറിയുകയുണ്ടായില്ലെങ്കിലും ഭർത്താവിൻ്റെ വഞ്ചനയെക്കുറിച്ചുള്ള പുതിയ അറിവിൽ സ്വയം ദഹിച്ചു നിന്ന ബോധശൂന്യ നിമിഷങ്ങളിൽ അനിയത്തിയെ മറന്നുപോയതിലുള്ള പശ്ചാത്താപം കൊണ്ട് ആ മനസ്സ് എത്ര വിങ്ങി വേദനിച്ചിരിക്കും. കണ്ണീരിൽ കുതിർന്ന ആ കത്തിലെ ഓരോ വാക്കുകളും ചിന്തകളിൽ വിട്ടുമാറാതെ പറ്റിക്കൂടിയിരിക്കുകയാണ്. എന്നിട്ടും കസ്തൂരി തന്നോട് അവഗണന കാട്ടി എന്നുള്ള യാതൊരു പരാതിയും തനിക്കില്ലെന്നും വികാര സംഘടനം കൊണ്ട് മനസാന്നിധ്യം നഷ്ടപ്പെട്ട കസ്തൂരിയുടെ നില തനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂവെന്നും കസ്തൂരിയോടുള്ള തൻ്റെ സ്നേഹത്തിൽ കാലുഷ്യത്തിൻ്റെ കണിക പോലുമില്ലെന്നും ഹൃദയം തുറന്ന് എഴുതി അയക്കാനുള്ള മനോവീര്യം തനിക്കില്ലാതെ പോയി. അത്തിമ്പേരുടെ കയ്യിൽ എഴുത്ത് കിട്ടിയാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതത്തെ പറ്റിയുള്ള ഭീതിയായിരുന്നു മനസ്സിൽ.
തൻ്റെ ബുദ്ധിമോശം തിരുത്താനുള്ള അവസരം എന്നത്തേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. കസ്തൂരി ഇന്നില്ല. കൊച്ചിയിലെ തനിക്കറിവില്ലാത്ത ഏതോ ശ്മശാനത്തിൽ കസ്തൂരിയുടെ ജഡം ഒരു പിടിച്ചാമ്പലായി മാറിയിരിക്കുന്നു. പക്ഷേ തന്നെ സംബന്ധിച്ചിടത്തോളം കസ്തൂരിക്ക് മരണം സംഭവിക്കുമെന്നാണോ? കനകം, എൻ്റെ ലഡുകൂടി നീ കഴിച്ചോ? നിന്റെ പാവാട അവിടെ വെച്ചേക്കോ, ഞാൻ നനച്ചു തന്നേക്കാം. നിന്റെ തല നോവിക്കാതെ ഞാൻ മുടി ചീകി പിന്നിത്തരാം. അത്തയുടെ അടുക്കൽ പോകണ്ട. മൺമറഞ്ഞ അമ്മയുടെ സ്ഥാനം സ്വയം ഏറ്റെടുത്തുള്ള കുട്ടിക്കാലത്തെ ആ വാത്സല്യ അന്വേഷണങ്ങൾ എന്തിന്? താൻ ഇത്ര മുതിർന്നു കഴിഞ്ഞിട്ടും എന്തൊരു കരുതലായിരുന്നു. താൻ കാഞ്ചനയ്ക്ക് ഒപ്പമേ ഉള്ളൂ എന്ന രീതിയിലായിരുന്നില്ലേ പെരുമാറ്റം? ഇല്ല, തന്നെ സംബന്ധിച്ചിടത്തോളം കസ്തൂരിക്ക് മരണമില്ല. എങ്കിലും കസ്തൂരി ഇന്നില്ല എന്നുള്ളതാണ് സത്യം. 6 അടി മണ്ണിൽ ഒരുക്കിയ ചിതയിൽ കസ്തൂരിയുടെ ശരീരം വെന്തു വെണ്ണീറായതിന് അപ്പ സാക്ഷ്യം വഹിച്ചതാണ്. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ അപ്പ ആ രംഗം തന്നോട് വിവരിച്ചതുമാണ്. ശങ്കരി മാമി തോളിൽ പിടിച്ച് കുലുക്കിയപ്പോഴാണ് പരിസരബോധമുണ്ടായത്. ഞെട്ടി 4 വാർഡും നോക്കി. സന്ധ്യ മങ്ങി തുടങ്ങിയിരുന്നു. മേൽ കഴുകിയിരുന്നില്ല. തുളസിത്തറയിൽ വിളക്ക് കൊളുത്തിയിരുന്നില്ല. സ്വസ്ഥത നശിച്ച മനസ്സുമായി ഒരിറ്റ ആശ്വാസം തേടി കോവില് തോറും ചുറ്റിക്കറങ്ങുന്ന അപ്പാവെ പുറത്തേക്ക് യാത്രയാക്കിയിട്ട് ഈ നടപ്പടിയിൽ താൻ എപ്പോഴാണ് ഇരിപ്പുറപ്പിച്ചത്? എന്നെ കനകം, നീ എന്താ മാതിരി ആരംഭിച്ച? മൂഞ്ചിയെ തുടച്ചിണ്ട് എഴുந்திരുമാ. കണ്ണീരിൽ കുതിർന്ന മുഖം തുടച്ച് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ആകെ കൂടിയുള്ള ഒരേ ഒരു ആശ്വാസം ശങ്കരി മാമിയാണ്. താൻ എറണാകുളത്ത് പോയി വന്നതിൽ പിന്നെ അലമേലും മാമിക്ക് അത്തയോട് പോലും പഴയപടിയുള്ള ലോഹ്യമില്ല. ചെയ്യരുതാത്തതെന്തോ താൻ പ്രവർത്തിച്ചതിലുള്ള പ്രതിഷേധം കൊണ്ടെന്ന പോലെ തന്നെ കാണുമ്പോൾ മുഖം മാറ്റിക്കളയും. അലമേലും മാമി വീട്ടിലില്ലാത്തപ്പോഴേ രാമു അണ്ണാവുടെ പട്ടുപോലും തന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ ധൈര്യപ്പെടുകയുള്ളൂ. എത്ര തിരക്കുണ്ടെങ്കിലും ശങ്കരി മാമി ദിവസവും 2 നേരമെങ്കിലും വരാതിരിക്കുകയില്ല. മൂകത തളം കെട്ടി നിൽക്കുന്ന ആ വീട്ടിൽ കുറേ ദിവസങ്ങളായി ശങ്കരി മാമിയുടെ ശബ്ദം മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത്. ഊണും ഉറക്കവും കൂടാതെ സുബോധം നശിച്ചവളെ പോലെ ഓരോന്ന് പിറുപിറുത്ത് എവിടെയെങ്കിലും കൂനി പിടിച്ചിരിക്കുന്ന അത്തയെ കൊണ്ട് നിർബന്ധിച്ചും ശാസിച്ചും ദൈനംദിന കൃത്യങ്ങൾ ഒരു കണക്കിന് നിർവഹിപ്പിക്കുന്നതും ശങ്കരി മാമിയാണ്. நீயும் இப்படி தளர்ந்து போனா அப்பாவுக்கும் அத்தாய்க்கும் யார் சகாயத்துக்கு இருப்பா? അതേ പറ്റി നീ യോജിக்கிறതില്ലേ? ശങ്കരി മാമി പറയുന്നത് ശരിയാണ്. താൻ തളരാൻ പാടുള്ളതല്ല. 2 ജീവിതങ്ങളുടെ ഉത്തരവാദിത്തം ഇന്ന് തന്നിൽ നിക്ഷിപ്തമാണ്. അതുമാത്രമോ കാഞ്ചിനിയുടെ കാര്യമോ? അത്തിമ്പേരുടെ നിശ്ചയം ഇനിയും മനസ്സിലായിട്ടില്ല. ശവദാഹം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും കാഞ്ചനയെ കൂടെ അയക്കണമെന്ന് അപ്പ താല്പര്യപ്പെട്ടതാണ്. പക്ഷേ അത്തിമ്പേർ അതിന് സമ്മതിച്ചില്ല. അത്തിമ്പേരുടെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ കാഞ്ചനയുടെ ഭാവിയെപ്പറ്റി അവിടെ വെച്ച് ഒരു ചർച്ച എടുത്തിടാൻ അപ്പ ഒരുമ്പെട്ടതുമില്ല. കൂടെ നിർത്തി വളർത്താനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് കുടുംബത്ത് അയക്കാനാണ് സാധ്യത എന്നാണ് അപ്പാവുടെ ഭയം. ജ്യേഷ്ഠന്റെ കുടുംബം അടക്കം 11 അംഗങ്ങളുള്ള ആ വീട്ടിൽ കാഞ്ചനയ്ക്ക് എന്ത് പരിഗണനയാണ് ലഭിക്കാൻ പോകുന്നത്? സമയാസമയത്തിലുള്ള ഭക്ഷണത്തിന് പോലും മുട്ടുണ്ടായി എന്ന് വന്നേക്കാം. വിശന്നു തുടങ്ങിയാൽ 5 മിനിറ്റ് നേരത്തേക്ക് പോലും സമാധാനപ്പെടാൻ കൂട്ടാക്കാത്ത കാഞ്ചനയാണ്. ഇല്ല ഇല്ല, അങ്ങനെ ഒരു ദുർവിധി കാഞ്ചനയ്ക്ക് വന്നുകൂടാ. പൂജയുടെ അവധിക്ക് താൻ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും അപ്പോൾ കാഞ്ചനയെപ്പറ്റിയുള്ള തീരുമാനം അറിയിക്കാമെന്നുമുള്ള അത്തിമ്പേരുടെ കത്ത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. താനുള്ള വീട്ടിൽ മടിയില്ലെന്നോ? അവസാനമായി തങ്ങൾ മുഖാമുഖമായി കണ്ട ആ രംഗം ഓർക്കുമ്പോൾ ഇന്നും മനസ്സിൽ നടുക്കമാണ്. ഇനി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരിക്കലും ഇടവരുതേ എന്നുള്ള ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. എടുത്തു കിട്ടിയ അന്നു മുതൽ മനസ്സിൽ ഉത്കണ്ഠ പെരുകി വരികയാണ്. അത്തിമ്പേരുടെ നിശ്ചയം എന്താണാവോ? കാഞ്ചനയെ കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അമ്മയുടെ ചൂടും വാത്സല്യവും നഷ്ടപ്പെട്ട കുട്ടി. ആ വിടവ് നികത്തുക ഇനി ഒരിക്കലും സാധ്യമല്ല. എന്തിനങ്ങനെ കരുതണം? താനുള്ളപ്പോൾ അമ്മയില്ലാത്ത ദുഃഖം കാഞ്ചന അറിയാനിടവരരുത്. കാഞ്ചനയെ തനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. പക്ഷേ ദിവസങ്ങളായി തൻ്റെ മനസ്സിനെ മതിച്ചിരുന്ന ആ ആഗ്രഹം അപ്പാവോട് തുറന്നു പറയാൻ ധൈര്യം വന്നില്ല. ഹൃദയം കൊണ്ട് അപ്പ ആഗ്രഹിക്കുന്നതും അതുമാത്രമായിരിക്കുമെന്ന് അറിവുള്ളതാണെങ്കിലും പണമെന്ന പ്രശ്നത്തിൻ്റെ മുൻപിൽ നിസ്സഹായതയോടെ കൈമലർത്താൻ മാത്രം കഴിവുള്ള അപ്പ ഒരു പെൺകുട്ടിയുടെ ചുമതല ഏറ്റെടുക്കുന്നത് എങ്ങനെ?
ശങ്കരി മാമി പറഞ്ഞു മനസ്സിലാക്കിയപ്പോഴാണ് ആ ക്രൂര സത്യത്തെക്കുറിച്ച് ശരിക്കും ബോധം വന്നത്. പക്ഷേ പ്രതിബന്ധങ്ങളെയൊന്നും വകവയ്ക്കാതെ എന്തുകൊണ്ടോ തൻ്റെ ഇച്ഛാശക്തി മുന്നേറുകയാണ്. കാഞ്ചന തൻ്റെ മകളാണ്. ഗർഭം ധരിക്കാനും പ്രസവിക്കാനും വിധിയില്ലാത്ത തനിക്ക് ദൈവം അയച്ചു തന്ന മകൾ. കുളി കഴിഞ്ഞെത്തിയപ്പോൾ ശങ്കരി മാമി ഗണപതിക്ക് വിളക്ക് വച്ചിരുന്നു. രാവിലെ തുടങ്ങി ജലപാനം കഴിക്കാതെ ചുരുണ്ട് കൂടിക്കിടക്കുന്ന അത്തയെ ചോറൂട്ടാനുള്ള ശ്രമമാണ്. അടുത്ത ഭാഗം നാളെ.